നവജാത ശിശു പരിപാലനത്തെ പറ്റിയിട്ട് അമ്മമാർക്ക് എന്നും ഒരുപാട് ഡൗട്ട്സ് ആണുള്ളത്. അതിൽ വളരെ കോമൺ ആയിട്ടുള്ള എന്നും നമുക്ക് പേഴ്സണൽ റൗണ്ട്സ് ഒക്കെ എടുക്കുമ്പോൾ അമ്മമാർ ചോദിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട്. സോ നോർമൽ ആയിട്ടുള്ള ഒരു ബേബിയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു അഡിക്വേറ്റ് ബർത്ത് വെയിറ്റ് ആണ്, മാസം തികഞ്ഞ് ഡെലിവറി ആയ ഒരു കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ 2.5 കിലോന് മുകളിലാണ് നമ്മൾ നോർമൽ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത്. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു ബേബി ആണെങ്കിൽ ഡിമാൻഡ് ഫീഡിംഗ് അല്ലെങ്കിൽ റെസ്പോൺസീവ് ഫീഡിംഗ് ആണ് നമ്മളെപ്പോഴും പറയുന്നത്. കുഞ്ഞ് കരയുന്ന സമയത്ത് പാല് കൊടുക്കുക, കൃത്യമായൊരു സ്ട്രിക്റ്റ് സ്കെഡ്യൂൾ വെച്ചിട്ട് ഫീഡ് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല. എന്നിരുന്നാൽ ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അമ്മമാരാണ്, അതായത് അമ്മയ്ക്ക് പ്രമേഹം പോലുള്ള കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസിയിൽ ഉണ്ടായിട്ടുണ്ട്, അതിനുവേണ്ടി ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു ഒക്കെ ആണെങ്കിൽ കുഞ്ഞിന് രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടാനും കുഞ്ഞിന് പെട്ടെന്ന് ഷുഗർ ഫ്ലക്ച്വേഷൻസ് വരാനും സാധ്യതയുണ്ട്. ഹൈപ്പോഗ്ലൈസീമിയ പോലുള്ള സ്റ്റേറ്റിൽ കുഞ്ഞ് പോവുകയാണെങ്കിൽ അത് ബ്രെയിനിനെ വരെ ബാധിച്ച് അപസ്മാരം ഉണ്ടാവുകയും പെർമനൻറ്റ് ബ്രെയിൻ ഡാമേജ് വരെ കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട്. സോ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ബേബീസിന്, അതുപോലെ മാസം തികയാതെ പ്രസവിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ, തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങൾ, വളർച്ചക്കുറവുള്ള കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ളവർക്കൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് 2 hourly ഫീഡ് ചെയ്യണം എന്ന് നിർബന്ധം പറയാറുണ്ട്. സോ നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോൾ കുഞ്ഞ് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ രാത്രി കുഞ്ഞിനെ എണീപ്പിച്ച് കരയിച്ച് ഫീഡ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. കുഞ്ഞ് ഡിമാൻഡ് ചെയ്യുമ്പോൾ, കുഞ്ഞ് എണീറ്റ് കരയുമ്പോൾ മാത്രം ഫീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. Stay healthy. Follow for more.